നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 19-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, UPI ഇടപാടുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും UPI ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവയുൾപ്പെടെ എല്ലാ UPI ആപ്പുകളിലും ഈ മാറ്റങ്ങൾ ബാധകമാകും. ഇടപാടുകൾ വളരെ വേഗത്തിലും സുരക്ഷിതമായിട്ടും കൂടുതൽ വിശ്വസനീയമായും നടത്തുക എന്നതാണ് ഈ പുതിയ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് പ്രത്യേകം നമുക്കൊന്ന് പരിശോധിക്കാം. പുതിയ നിയമങ്ങൾ അനുസരിച്ച് UPI ഇടപാടുകൾ ഇപ്പോൾ പരമാവധി 10 സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം. നേരത്തെ ഈ സമയപരിധി 30 സെക്കൻഡ് ആയിരുന്നു. എന്നാൽ ഇത് ഇടപാടുകളുടെ കാലതാമസത്തിന് കാരണമാകുന്നതായിട്ട് ആക്ഷേപം ഉയർന്നിരുന്നു. UPI ആപ്പും ബാങ്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന API പ്രവർത്തനങ്ങളും ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ഉയർന്ന ട്രാഫിക് ഉള്ള സമയങ്ങളിൽ പോലും പണ കൈമാറ്റം അത് സുഗമമായിട്ട് നടത്താൻ കഴിയും. രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ UPI സിസ്റ്റത്തിന് മേലുള്ള ഭാരവും വർദ്ധിച്ചിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനാണ് ഈ പുതിയ നിയമങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇടപാട് പരാജയങ്ങൾ കുറയ്ക്കുമെന്ന് ഇത് പ്രതീക്ഷിക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരേ സമയം പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് മന്ത്രിസഭാ യോഗം ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിലവിൽ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക ഉൾക്കൊണ്ടാണ് നേറ്റിവിറ്റി കാർഡ് നൽകുക. കേരള സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായിട്ട് നേറ്റിവിറ്റി കാർഡ് അംഗീകരിക്കും. നേറ്റീവ് എന്നാൽ കേരളത്തിൽ ജനിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരോ തങ്ങളുടെ പൂർവികരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചവരോ വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരോ ആയിരിക്കണം. വിദേശ പൗരത്വം സ്വീകരിച്ചവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടായിരിക്കില്ല. നേറ്റിവിറ്റി കാർഡ് ലഭിച്ച ശേഷം വിദേശ പൗരത്വം സ്വീകരിക്കുന്ന പക്ഷം നേറ്റിവിറ്റി കാർഡ് അസാധുവാകുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജീവനോപാധി സംബന്ധമായിട്ടുള്ള മറ്റ് കാരണങ്ങളാലോ മാതാപിതാക്കളോ പൂർവികരോ കേരളത്തിന് പുറത്തായിരിക്കുമ്പോൾ അവിടെ ജനിച്ചവരെയും അതായത് വിദേശ പൗരത്വം ലഭിച്ചിട്ടില്ലാത്തവരെ നേറ്റീവായി കണക്കാക്കും. കാർഡ് അനുവദിക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ തഹസിൽദാർ ആണെങ്കിലും നേറ്റിവിറ്റി കാർഡുകൾ സംബന്ധിച്ച രജിസ്റ്റർ അത് വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കാർഡ് ആവശ്യമുള്ളവർക്ക് തഹസിൽദാർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിലവിലുള്ള വിവരങ്ങൾക്ക് പുറമെ സർക്കാർ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന വിവരങ്ങൾ നേറ്റിവിറ്റി കാർഡിൽ ഉൾപ്പെടുത്തും. നേറ്റിവിറ്റി കാർഡ് ആവശ്യമുള്ള ഏതൊരു വ്യക്തിയും നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുമ്പാകെ നിശ്ചിത ഫോറത്തിൽ രേഖകളും ഫീസും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ജില്ലാ കളക്ടർക്ക് കക്ഷിയുടെ അപേക്ഷ പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ കൈക്കൊണ്ട തീരുമാനമോ പാസാക്കിയ ഉത്തരവോ പുനഃപരിശോധിക്കാവുന്നതും അതോടൊപ്പം തന്നെ റദ്ദ് ചെയ്യുകയോ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ കക്ഷിക്ക് പറയാനുള്ള ഒരു ന്യായമായ അവസരം നൽകാതെ ഇത്തരമൊരു തീരുമാനമെടുക്കാനായിട്ട് പാടില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തീയതി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം മറ്റ് വിശദാംശങ്ങളും സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ്റെ വിതരണം ആരംഭിക്കുന്നത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമാണ് ഇപ്പോൾ ലഭിക്കുക. ഇതിനായിട്ട് ഏകദേശം 1050 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും തുക കൈപ്പറ്റുന്നവർക്ക് 25-ാം തീയതി മുതൽ വിതരണം തുടങ്ങുമെങ്കിലും എല്ലാവർക്കും ഒരേ ദിവസം തന്നെ തുക ലഭിക്കണമെന്നില്ല. വിതരണ നടപടികൾ പൂർത്തിയാക്കാൻ സർക്കാർ ഒരാഴ്ചത്തെ സമയം ക്രമീകരിച്ചിട്ടുള്ളതിനാൽ തന്നെ ആ കാലയളവിനുള്ളിൽ തന്നെ ഗുണഭോക്താക്കളിലേക്ക് തുക എത്തുന്നതാണ്. മസ്റ്ററിംഗ് നടപടികൾ നേരത്തെ പൂർത്തിയാക്കി ജനുവരിയിൽ ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും തന്നെ ഫെബ്രുവരിയിലും തുക ലഭിക്കുന്നതാണ്. കഴിഞ്ഞയാഴ്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ധനമന്ത്രി ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കേണ്ട 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രം തുക നൽകാത്ത സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കേണ്ട 300, 200, 500 രൂപ വീതമുള്ള തുക സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് 24 കോടിയോളം രൂപയാണ് അധികമായിട്ട് അനുവദിച്ചിട്ടുള്ളതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, റേഷൻ കാർഡ് അത് BPL വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ടുള്ള സമയപരിധി സർക്കാർ ഇപ്പോൾ വീണ്ടും നീട്ടിയിട്ടുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസം 20-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ APL വിഭാഗത്തിലെ നീല, വെള്ള കാർഡുകൾ കൈവശമുള്ളവരും എന്നാൽ BPL കാർഡിന് അർഹരായിട്ടുള്ളവരുമാണ്. അത്തരത്തിലുള്ള ആളുകൾ ഈ ഒരു അവസരം പ്രത്യേകം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം BPL സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായിട്ട് നൽകണം. കൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി പൊതുജനങ്ങൾക്ക് ഈ സേവനത്തിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചൊവ്വാഴ്ചത്തെ നാടകീയമായിട്ടുള്ള ഇടിവുകൾക്ക് പിന്നാലെ ബുധനാഴ്ച ഫെബ്രുവരി 18-ാം തീയതി സ്വർണ്ണവിലയിൽ മാറ്റമില്ല.
പവന് 1,13,000 രൂപയ്ക്ക് മുകളിൽ തുടരുകയാണ്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 14,135 രൂപയിലും പവന് 1,13,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.